വയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 25 മുതലുള്ള തിരുവാക്യങ്ങൾ. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, യേശു തൻ്റെ അമ്മയെ ലോകത്തിൻ്റെ മുഴുവനും അമ്മയായി കുരിശിൻ ചുവട്ടിൽ വെച്ച് സിംബോളിക്കായി യോഹന്നാന് നൽകിക്കൊണ്ടും യോഹന്നാനെ സകല ജനങ്ങളുടെയും പ്രതിനിധിയായി അമ്മയ്ക്ക് നൽകിക്കൊണ്ടും പരിശുദ്ധ കന്യാമാതാവിനെ സകല ജനതകളുടെയും അമ്മയായി നൽകിയ ആ വചനത്തെക്കുറിച്ചാണ് നാം വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിൻ്റെ ഒരു വാർഷിക റിപ്പോർട്ടിൽ ഇപ്രകാരം പറയുന്നു. ആദ്യം സ്ത്രീകളെക്കുറിച്ച്. ഈ ലോകം സ്ത്രീകളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടന്നിട്ടുള്ള അധ്വാനത്തിൻ്റെ 75% സ്ത്രീകളാണത്ര ചെയ്യുക. ജോലി അല്ലെങ്കിൽ അധ്വാനം എന്ന് പറയുമ്പോൾ പാടത്ത് പോയോ കമ്പനിയിൽ പോയോ അല്ലെങ്കിൽ വേറെ ഓഫീസിൽ പോയോ ഉള്ള പ്രവൃത്തി മാത്രമല്ല, വീട് അടിച്ചു വൃത്തിയാക്കുക, വീട്ടിലുള്ള ചെറുതും വലുതുമായ പ്രവൃത്തികൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുക വളരെ ശ്രമകരമായിട്ടുള്ള ജോലിയാണ്. ആയതിനാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുകയാണ്, ഈ ലോകം സ്ത്രീകളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അടുത്ത പ്രസ്താവന ഇതാണ്, ലോകം അമ്മമാരോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം ലോകത്തിന് തനതായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള മഹൽ വ്യക്തികൾ, സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, രാഷ്ട്ര നേതാക്കന്മാർ, അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ ലോകത്തിന് തനതായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള മഹൽ വ്യക്തികൾ അമ്മമാരുടെ സംഭാവനയാണ്. കാരണം ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കുന്ന ആ നിമിഷം മുതൽ, അല്ലെങ്കിൽ അമ്മയുടെ മനസ്സിൽ, അപ്പൻ്റെ മനസ്സിൽ അങ്ങനെ ഒരാഗ്രഹം വരുന്ന ആ നിമിഷം മുതൽ ഏതാണ്ട് 5 വയസ്സ് ആകുന്നത് വരെ ആ കാലഘട്ടത്തിനുള്ളിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം രൂപപ്പെട്ടു കഴിഞ്ഞു. ആ കാലയളവിൽ കുഞ്ഞുമായി ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് അമ്മ ആകയാൽ മഹൽ വ്യക്തികൾ അമ്മമാരുടെ സംഭാവനയാണ്. ആയതിനാൽ ഈ ലോകം അമ്മമാരോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ലോകം മറ്റേത് സ്ത്രീകളെക്കാൾ, മറ്റേത് അമ്മയേക്കാൾ കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന അമ്മയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവൾ ഈ ലോകത്തിന് നൽകിയത് ജീവിതത്തിലെ ഏതെങ്കിലും മേഖലകളിൽ തനതായിട്ടുള്ള സംഭാവന നൽകിയ ഒരു വ്യക്തി എന്നല്ല, ഈ ലോകത്തിൻ്റെ തന്നെ രക്ഷകനെ ഈ ലോകത്തിന് അവൾ നൽകി. ആയതിനാൽ ഈ ലോകം മറ്റേത് അമ്മമാരെക്കാളും മറ്റേത് സ്ത്രീകളെക്കാളും കൂടുതലായി പരിശുദ്ധ കന്യാമാതാവിനോട് കടപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ഈ മാതാവിനോടുള്ള കടമ പല വിധത്തിൽ നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്. ആ അമ്മയുടെ ജനന തിരുനാൾ വളരെ ആഘോഷമായിട്ട് നമ്മൾ നടത്തും സെപ്റ്റംബർ 8 ആ അമ്മയുടെ അമലോത്ഭവ തിരുനാളാകട്ടെ ഡിസംബർ മാസം 8 വീണ്ടും നമ്മൾ വളരെ ആഘോഷത്തോടുകൂടി ആഘോഷിക്കാറുണ്ട്. വീണ്ടും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തിരുനാളാണ് ഓഗസ്റ്റ് 15 നാം ആഘോഷിക്കുന്ന
മാതാവിൻ്റെ സ്വർഗ ആരോപണ തിരുനാൾ. മറ്റു പല തിരുനാളുകളും നാം മാതാവിനെക്കുറിച്ച് ആഘോഷിക്കാറുണ്ട്. ഈ മാതാവിനോടുള്ള സ്നേഹവും മാതാവിനോടുള്ള ബഹുമാനവുമൊക്കെ ഈ തിരുനാൾ ആഘോഷങ്ങളിലൂടെ നാം പ്രകടിപ്പിക്കുകയും ഈ മാതാവിനെ നമ്മുടെ അമ്മയായി നൽകിയതിനോർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുകയാണ്. ചില വ്യക്തികൾ മാതാവിനോടുള്ള ആ ഭക്തിക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ മാതാവിനോടുള്ള ഭക്തി പ്രകടിപ്പിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പ്രതിപാദിക്കുന്ന ഒന്ന് രണ്ട് വചനഭാഗങ്ങളിൽ ഒന്നാണ് ഇന്ന് നാം വായിച്ചു കേട്ട യോഹന്നാൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ 25 മുതലുള്ള വാക്യങ്ങൾ. കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയെ, തൻ്റെ അമ്മയെ യേശു അഭിസംബോധന ചെയ്തത് സ്ത്രീയെ എന്ന് വിളിച്ചുകൊണ്ടാണല്ലോ. കണ്ടോ, ദൈവപുത്രൻ പോലും അമ്മയ്ക്ക് അത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല, വെറും സ്ത്രീ എന്നാണല്ലോ വിളിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 2-ാമത്തെ അധ്യായത്തിൽ കാനായിലെ കല്യാണ വിരുന്നിൽ കല്യാണ വിരുന്ന് നടത്തുന്നവരുടെ ആ ഭവനത്തിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അത് വളരെ അപമാനകരമായ ഒന്നായി മാറിയേക്കാം. വീഞ്ഞില്ല എങ്കിൽ ആ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തുവാൻ പരിശുദ്ധ കന്യാമാതാവ് പുത്രനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. അപ്പോഴും പുത്രൻ അവളെ അഭിസംബോധന ചെയ്തത് സ്ത്രീയെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്. നോക്കൂ, ദൈവപുത്രൻ തന്നെ പരിശുദ്ധ കന്യാമാതാവിന് അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല, വെറും സ്ത്രീ എന്നാണല്ലോ അഭിസംബോധന ചെയ്തത്. നമുക്കറിയാം, വചനത്തിൻ്റെ വെളിച്ചത്തിൽ, മറ്റ് വചനഭാഗങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്നതാണ്. യേശു സ്വന്തം മാതാവിനെ സ്ത്രീയെ എന്ന് വിളിച്ചപ്പോൾ അവളെ അഭിസംബോധന ചെയ്യാൻ ഏറ്റവും ബഹുമാന സൂചകമായ ഒരു പദമായിരുന്നു യേശു ഉപയോഗിച്ചത്, സ്ത്രീയെ എന്ന്. എന്താണ് അതിന് വചനത്തിൽ കാണുന്ന തെളിവ്? ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ആദവും ഹവ്വായും ദൈവം കൊടുത്ത കൽപ്പന ലംഘിച്ചുകൊണ്ട് ഭക്ഷിക്കരുത് എന്ന് കൽപ്പിച്ച ആ കനി ഭക്ഷിച്ച് ദൈവ കൽപ്പനയ്ക്ക് വിപരീതമായി പ്രവർത്തിച്ച് പാപം ചെയ്തു. അത് സാത്താൻ്റെ സർപ്പത്തിൻ്റെ പ്രേരണയാലാണ് എന്ന് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ദൈവം സാത്താനോട് പിശാചിനോട് പറഞ്ഞ വാക്കുകളാണ്. ആ പാപത്തിൽ വീണ മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടി തിന്മയുടെ തല തകർത്ത, തിന്മയ്ക്ക് കാരണമായ സാത്താൻ്റെ തല തകർക്കുന്ന ആ പുത്രനെക്കുറിച്ച് വാഗ്ദാനം നൽകുകയും ആ പുത്രന് ജന്മം നൽകാൻ പിതാവ് വാഗ്ദാനം ചെയ്ത ആ സ്ത്രീയാണ് പരിശുദ്ധ കന്യാമാതാവ്. താൻ രക്ഷകനാണ്, ദൈവപുത്രനാണ്, തനിക്ക് ജന്മം നൽകിയ പിതാവ് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പ്രവചിച്ചിരുന്ന ആ സ്ത്രീ എൻ്റെ അമ്മയാണ്, ഈ സ്ത്രീയാണ്. ആയതിനാൽ പിതാവ് വാഗ്ദാനം ചെയ്ത ആ മകൾ സ്ത്രീയാണ്. ഒരു സ്ത്രീയിലൂടെ പാപം കടന്നു വന്നുവെങ്കിൽ ഇതാ മറ്റൊരു സ്ത്രീയിലൂടെ രക്ഷയും കടന്നു വരികയാണ്. ആ രക്ഷയ്ക്ക് കാരണക്കാരിയായ ആ മകൾ സ്ത്രീയാണ് പരിശുദ്ധ കന്യാമാതാവ്. ആയതിനാൽ നാം മാതാവിനോട് ഒരിക്കലും ഭക്തിക്കുറവ് കാണിക്കേണ്ട ആവശ്യമില്ല. മാതാവിനോടുള്ള ഭക്തിയാകട്ടെ നമുക്കും മറ്റുള്ളവർക്കും രക്ഷയ്ക്കും കാരണമാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനിയും ഈ മാതാവിനെക്കുറിച്ച്, മാതാവ് മനുഷ്യരുടെ മാത്രമല്ല, ഏതെങ്കിലും ഒരു വിഭാഗം ക്രിസ്ത്യാനികളുടെയോ കത്തോലിക്കരുടെയോ ഏതെങ്കിലും രാജ്യത്തിലുള്ളവരുടെയോ മാത്രമല്ല, ലോകത്തിലുള്ള സകലരുടെയും എന്നു മാത്രമല്ല, സകലത്തിൻ്റെയും അമ്മയാണ്. എവിടെയാണ് അത് പറഞ്ഞിരിക്കുന്നത്? പ്രഭാഷകൻ്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം. പ്രഭാഷകൻ 40, 1-ാമത്തെ തിരുവചനം. ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നതുവരെ ആദത്തിൻ്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുകം വഹിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു.
മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നത് വരെ. ആരാണ് ഈ സർവരുടെയും മാതാവ്? ആ സർവരുടെയും മാതാവാണ് പരിശുദ്ധ കന്യാമാതാവ്. മലയാളം POC ബൈബിളിൽ നിന്നാണ് ഞാനിത് വായിച്ചത്. ഇംഗ്ലീഷിൽ RSV റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ, അതാണ് സെമിനാരിയിലൊക്കെ വചനം പഠിക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാനപരമായ ബൈബിൾ എഡീഷൻ. ആ എഡീഷനിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ദ മദർ ഓഫ് ഓൾ ലിവിങ് until everyone turn towards or come closer to the mother of every living. ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, മനുഷ്യരുടെ മാത്രമല്ല, സകല ജീവികളുടെയും മാതാവാണ് എന്നാണ് വചനം അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആ അമ്മയുടെ അടുത്തേക്ക് സകല ജനങ്ങളും വരിക, സകല ജനങ്ങളെയും അടുപ്പിക്കുക എന്നുള്ളത് ആ അമ്മയെക്കുറിച്ച് അറിയാവുന്ന സകലരുടെയും ഉത്തരവാദിത്വമാണ്, കടമയാണ് എന്ന് നാം ഓർക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ അമ്മയോടുള്ള നമ്മുടെ സ്നേഹവും ബഹുമാനവും നാം തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുന്നു. ജപമാല പ്രാർത്ഥന ചൊല്ലി അമ്മയോട് ചേർന്ന് രക്ഷാകരമായ രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് അമ്മയോടുള്ള സ്നേഹവും ഭക്തിയും നമ്മൾ പ്രകടിപ്പിക്കുന്നു. ആ ജപമാല പ്രാർത്ഥന വളരെ ശക്തിദായകമായ ഒരു മധ്യസ്ഥ പ്രാർത്ഥന മാത്രമല്ല. ആ അമ്മ പരിശുദ്ധ കന്യാമാതാവേ, നന്മ പറഞ്ഞ മറിയമേ, അതിനെ തുടർന്ന് പരിശുദ്ധ കന്യാമാതാവേ എന്നുള്ള ആ പ്രാർത്ഥനകളിലൂടെ നമ്മൾ വലിയൊരു പ്രേക്ഷിത പ്രവർത്തനം കൂടിയാണ് ചെയ്യുക എന്ന് നാം ഓർക്കുക. ജപമാല പ്രാർത്ഥന ചൊല്ലുന്നതിൽ വളരെയധികം സന്തോഷം കണ്ടെത്തിയ ഒരു കത്തോലിക്ക കുട്ടിയുണ്ടായിരുന്നു. അവൻ 3-ലോ 4-ലോ പഠിക്കുന്ന ആ കുട്ടി, അവൻ സ്കൂളിൽ പോകുമ്പോഴും ഒന്നുകിൽ അവൻ്റെ കഴുത്തിൽ അല്ലെങ്കിൽ അവൻ്റെ പോക്കറ്റിൽ ജപമാല ഉണ്ടാകുമായിരുന്നു. ഒരു ദിവസം ഒരു ഇൻ്റർവെൽ സമയത്ത് മറ്റെല്ലാ കുട്ടികളും പുറത്തേക്ക് പോയി ഓടി ചാടി കളിക്കുമ്പോൾ അവൻ ആ ക്ലാസ് മുറിയിൽ ഒരു മൂലയിലേക്ക് മാറി അവൻ ജപമാല പുറത്തെടുത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവനങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മനസ്സ്, അവൻ്റെ മുഖം ഇങ്ങനെ വളരെ പ്രസാദിച്ചിരുന്നു. മുഖത്ത് നിന്നില്ലാത്തൊരു പ്രകാശം വീശുന്നുണ്ടായിരുന്നു. അവൻ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ പ്രാർത്ഥന ചൊല്ലിയത്. അപ്പോൾ ആ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പ്രൊട്ടസ്റ്റൻ്റ് കുട്ടി ക്ലാസ്സിലേക്ക് വന്നു. ഇവനിങ്ങനെ സന്തോഷത്തോടുകൂടി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ, നീ എന്ത് പ്രാർത്ഥനയാണ് ചൊല്ലുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ജപമാല പ്രാർത്ഥനയാണ് ചൊല്ലിയത്. അത് ചൊല്ലുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട്. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റൻ്റ് കുട്ടി ചോദിച്ചു, എന്നെയും നീ ആ പ്രാർത്ഥന പഠിപ്പിക്കാമോ? അവന്മാരെ പഠിപ്പിക്കാമല്ലോ. അവൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ആ പ്രൊട്ടസ്റ്റൻ്റ് കുട്ടിയെ പഠിപ്പിച്ചു. അവൻ ആ ജപമാല പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അവനും എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവൻ ഓടി, സ്കൂൾ വിട്ടപ്പോൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് ഓടി അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മമ്മി, ഞാനിന്ന് പുതിയൊരു പ്രാർത്ഥന പഠിച്ചു. ഏത് പ്രാർത്ഥനയാണ് മോനെ? അവൻ വളരെ ഭക്തിയോടെ കരങ്ങൾ കൂപ്പി കണ്ണുമടച്ച് ചൊല്ലാൻ തുടങ്ങി, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. അവൻ ആ പ്രാർത്ഥന കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇടക്കേറി മമ്മി പറഞ്ഞു, നിർത്തു. ഈ പ്രാർത്ഥന ഈ പോപ്പിനെ അനുകരിക്കുന്ന മനുഷ്യരുടെ നിയമമനുസരിച്ച് ജീവിക്കുന്ന കത്തോലിക്കരുടെ പ്രാർത്ഥനയാണ്. അവർ ബൈബിള് അനുസരിച്ചല്ല ജീവിക്കുക, ബൈബിൾ അനുസരിച്ചല്ല അവരുടെ വിശ്വാസം, മനുഷ്യർ പറയുന്നതിലാണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞ് അവനെ നിരുത്സാഹപ്പെടുത്തി. മാത്രമല്ല, അവന് പുതിയ നിയമത്തിൻ്റെ ഒരു കോപ്പി കൊടുത്തിട്ട് പറഞ്ഞു, ബൈബിളിൻ്റെ കോപ്പി കൊടുത്തിട്ട് പറഞ്ഞു, രക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ ഈ പുസ്തകത്തിലുണ്ട്, നീ ഇത് വായിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഇനി ഒരിക്കലും നീ ഇപ്പോൾ പറഞ്ഞ പ്രാർത്ഥന, നന്മ പറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലേണ്ട. അവന് വളരെ പ്രയാസം തോന്നി. എന്നാലും അമ്മ പറഞ്ഞതല്ലേ, അമ്മ കാണാതെ തന്നെ രഹസ്യമായിട്ട് പ്രാർത്ഥന ചൊല്ലി സന്തോഷിക്കുമായിരുന്നു. അവന് അമ്മ കൊടുത്ത ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബൈബിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ബൈബിളിൽ കാണുകയാണ്, മംഗലവാർത്ത സമയത്ത് ഗബ്രിയേൽ ദൈവദൂതൻ മാതാവിനെ അഭിസംബോധന ചെയ്യുന്നത് ദൈവകൃപ നിറഞ്ഞവളെ എന്ന് പറഞ്ഞാണ്. മറിയം മാലാഖ ദൂതൻ അവളോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവകൃപ നിറഞ്ഞവളെ എന്ന്
ദൈവദൂതൻ തന്നെ ഈ കന്യാമാതാവിനെ അഭിസംബോധന ചെയ്യുന്നു. മാത്രമല്ല അവൾ ദൈവത്തിൻ്റെ അമ്മയായി, ദൈവപുത്രൻ്റെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് എന്ന് വചനം പറയുന്നു. അതിനെ തുടർന്ന് എലിസബത്തിനെ മാതാവ് സന്ദർശിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് എലിസബത്ത് സന്തോഷത്തോടെ പറയുകയാണ്, എൻ്റെ ദൈവത്തിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാൻ എനിക്കെന്ത് യോഗ്യത എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുമ്പോൾ ആ വചനമൊക്കെ ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ വായിച്ചപ്പോൾ അവൻ എന്തെന്നില്ലാത്ത സന്തോഷമായി. അവൻ ആ ബൈബിളുമായി അമ്മയുടെ അടുത്ത് ഓടി വന്നു. മമ്മി, ഇതാ ഈ ബൈബിളിൽ തന്നെ, മമ്മി തന്ന ബൈബിളിൽ തന്നെ പറഞ്ഞിരിക്കുകയാണല്ലോ ആ മാതാവിനെക്കുറിച്ച്. അപ്പോഴമ്മ പറഞ്ഞു, അതൊക്കെ ശരിയാണ്, പക്ഷെ നമ്മൾ പ്രൊട്ടസ്റ്റൻ്റാണ്, നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലാറില്ല, നീയും ആ പ്രാർത്ഥന ചൊല്ലേണ്ട. അവൻ രഹസ്യമായിട്ട് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു. അവനൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു. ആ ചേച്ചിക്ക് ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടി വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ വളരെ അപൂർവമായ ഏതോ രോഗത്തിന് അടിമപ്പെട്ടു. ശാസ്ത്രത്തിന് സാധിക്കുന്നതൊക്കെ ചെയ്തുവെങ്കിലും ആ കുട്ടിയെ രക്ഷിക്കാനായില്ല. ശാസ്ത്രം കൈവിട്ടു. അപ്പോൾ ഇവൻ ചേച്ചിയുടെ ഈ വിവരമറിഞ്ഞ് ഓടി വന്ന് ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി, എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഈ നന്മ അറിഞ്ഞവരമേ എന്നുള്ള ജപമാല പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചെന്നാൽ പരിശുദ്ധ കന്യാമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയിലൂടെ ദൈവം ഈ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തും. ആയതിനാൽ ഞാനും ചേച്ചിയുടെ കൂടി പ്രാർത്ഥന ചൊല്ലാം എന്ന് അവൻ ചേച്ചിക്ക് ഉറപ്പ് കൊടുത്തു. ഒരു കണ്ടീഷൻ, നമ്മളുടെ കുഞ്ഞ് സൗഖ്യപ്പെട്ടെന്നാൽ ചേച്ചി കത്തോലിക്ക സഭയിൽ ചേരണം. ഇവൻ രഹസ്യമായി കത്തോലിക്ക സഭയിൽ ചേർന്നു കഴിഞ്ഞു. ചേച്ചി അവന് ഉറപ്പ് കൊടുത്തു. അവർ രണ്ടുപേരുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധ കന്യാമാതാവിനോട് പ്രത്യേകം മധ്യസ്ഥം അപേക്ഷിക്കണമെന്ന് യാചിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങിയപ്പോൾ തന്നെ കുഞ്ഞിന് വ്യത്യാസം കാണാൻ ഇടയായി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ അസുഖം പരിപൂർണമായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഒരു കുടുംബം, ഈ പ്രൊട്ടസ്റ്റൻ്റ് ചെറുക്കനും അവൻ്റെ ചേച്ചിയും ഈ മാമോദിസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിലേക്ക് ചേർന്നു. പ്രൈസ് ദി ലോർഡ്. അവനാകട്ടെ സ്കൂൾ ഫൈനൽ കഴിഞ്ഞ് സെമിനാരിയിൽ ചേർന്നു. കത്തോലിക്ക സെമിനാരിയിൽ ചേർന്ന് ജപമാല ഭക്തിയിലൂടെ അവൻ പഠിക്കേണ്ടതൊക്കെ നന്നായിട്ട് പഠിച്ചു. മാതാവിൻ്റെ സഹായത്തിൽ അവൻ നല്ലൊരു വൈദികനായി. അവനെ പഠിപ്പിച്ചവർക്കൊക്കെ വലിയ ഇഷ്ടമായി. നല്ലൊരു വൈദികനായിട്ട് അവൻ ജപമാലയെക്കുറിച്ച്, അതിൻ്റെ ശക്തിയെക്കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി. ഒരു മാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ അന്ന് പ്രസംഗിക്കുവാനായിട്ട് ഈ നവവൈദികനെ വിളിച്ചു. ആ നവവൈദികൻ കുർബാന ചൊല്ലുന്നതിനിടയിൽ പ്രസംഗത്തിൻ്റെ സമയത്ത് ഈ സംഭവം പറഞ്ഞു. എങ്ങനെ ഒരു കത്തോലിക്ക കുട്ടി പബ്ലിക്കായി മറ്റുള്ളവർ കാണുകയെ ജപമാല പ്രാർത്ഥന ചൊല്ലി അതിലൂടെ മറ്റൊരു പ്രൊട്ടസ്റ്റൻ്റ് കുട്ടി പഠിച്ചു, അവൻ കത്തോലിക്കനായി, പിന്നീട് ഒരു വൈദികനായി എന്നിട്ട് പറഞ്ഞിട്ട് അവൻ പറയുകയാണ്, ആ അച്ഛൻ പറയുകയാണ്, ആ പ്രൊട്ടസ്റ്റൻ്റ് കുട്ടി ആണ് ഞാൻ കത്തോലിക്ക സഭയിലേക്ക് വരുവാനും രക്ഷാകരമായ രഹസ്യങ്ങളെ കൂടുതൽ അറിയുവാനും ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാനും അതിലൂടെ സന്തോഷം കണ്ടെത്തുവാനും ഒരു വൈദികനാകുവാൻ എന്നെ സഹായിച്ചത് ഈ ജപമാലയാണ്. ഈ ഒരു കത്തോലിക്ക കുട്ടിയാണ്. നമുക്കെല്ലാവർക്കും കടമയുണ്ടെന്ന് ഓർക്കുക. ലോകത്തിലെ സകല മനുഷ്യരും എല്ലാവരുടെയും അമ്മയായ ആ സ്ത്രീയിലേക്ക് ആകർഷിക്കപ്പെടുക. അതിന് നമ്മളുടെ പ്രാർത്ഥന സഹായകമായി തീരും. ജപമാലയോടുള്ള നമ്മുടെ ഭക്തിയും ആ ജപമാല പ്രാർത്ഥനയിലുള്ള നമ്മുടെ സന്തോഷവും മറ്റുള്ളവർക്ക് നല്ലൊരു മാതൃകയായിരിക്കട്ടെ, ഇൻസ്പിറേഷൻ ആയിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു സംഭവം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. ഞാൻ മസ്കറ്റിൽ വന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും. പല പ്രസംഗത്തിലും ഞാൻ പറയാറുണ്ട്. ഞാൻ അവിടെ വന്ന അന്ന് തന്നെ വികാരിയച്ഛൻ നാട്ടിലേക്ക്, ഇറ്റലിയിലേക്ക് പോയി. പിന്നെ തുടർന്നുള്ള 2 മാസക്കാലം ആ ഇടവകയുടെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചു. ഞാനിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു നാട്ടിൽ നിന്നും ഒരു മെത്രാൻ്റെ കത്ത് കിട്ടി. ആ മെത്രാൻ്റെ കത്ത് വികാരിയച്ഛനാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല പുറത്ത് എഴുതിയിട്ടുണ്ട് വെരി അർജൻറ്റ്. അപ്പോൾ പള്ളിയുടെ ചാർജ് ഉള്ള ഞാൻ ആ കത്ത് തുറന്നു. കത്ത് തുറന്നപ്പോൾ ആ കത്തിൽ
ഒരു ചെറുപ്പക്കാരനെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ്. 2 വർഷം മുമ്പ് കേരളത്തിൽ നിന്ന് ഈ മസ്കറ്റിലേക്ക് വന്ന ഒരു ജോൺസൺ എന്ന ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരന് 5-6 മാസം അവൻ്റെ വിവരങ്ങളൊക്കെ കൂടി വിളിക്കുമായിരുന്നു, കത്ത് വരുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഏതാണ്ട് 2 വർഷത്തോളമായി ഒരു വിവരവുമില്ല. അവനെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് പറയാമോ? എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു സൂചന തന്നിരിക്കുകയാണ്. അവൻ എന്ത് കാരണത്താൽ അറിയത്തില്ല, ജയിലിലാണെന്ന് കേട്ടു. ഏതായാലും അന്വേഷിച്ച സത്യാവസ്ഥ ഒന്ന് അറിയിക്കാമോ? അപ്പം ഞാൻ കുർബാന സമയത്ത് ഇങ്ങനെ ഒന്ന് അനൗൺസ് ചെയ്തു, ഈ ഒമാനിലെ മസ്കറ്റിലെ ജയിലുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയുള്ള ആരെങ്കിലും പള്ളിയിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും അറിയാമെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കാമോ? ഞാനങ്ങനെ അനൗൺസ് ചെയ്തപ്പോൾ കുർബാന കഴിഞ്ഞ് ഒരു മലയാളി വന്ന് പറഞ്ഞു, അച്ചോ ഞാൻ ജയിലിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ജോൺസൺ എന്ന് പറഞ്ഞൊരാൾ ജയിലിലുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉണ്ടച്ചോ. എന്താണ് അദ്ദേഹം ജയിലാകാൻ കാരണം? അദ്ദേഹം അത് ഡ്രഗ് ട്രാഫിക്കിങ്ങിൽ പെട്ടതാണ്, ഡ്രഗ് കേസാണ് അച്ചോ. എന്നിട്ട് 10 വർഷത്തെ എങ്കിലും ഇംപ്രിസൺമെൻ്റാണ്. എന്താ അച്ഛൻ ചോദിക്കാൻ കാരണം? എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ കൊള്ളാം, ഒരവസരം ഉണ്ടാക്കി തരാമോ? അച്ഛൻ എപ്പോഴും കാണണമെന്ന് പറഞ്ഞാൽ മതി. നാളെ കാണണോ? നാളെ കാണാം. എനിക്ക് നാളെ തന്നെ കാണണം, എത്രയും നേരത്തെ കാണണം. അതനുസരിച്ച് ഞാൻ അവിടെ ജയിലിൽ ചെന്നു. ഈ കപ്പുച്ചിൻ ഉടുപ്പൊക്കെയിട്ടാണ് ചെല്ലുന്നത്. എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല സുമുഖനായ ഈ ചെറുപ്പക്കാരൻ അവൻ ഇങ്ങനെ പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചു. എന്താണ് മോനെ സംഭവിച്ചത്? അപ്പോൾ അവൻ പറയുകയാണ്, അച്ചോ ഞാൻ നല്ലൊരു മെക്കാനിക്കാണ്, ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യായിരുന്നു. ഏതോ കാരണവശാൽ ആ കമ്പനി പൂട്ടി, പിന്നെ എനിക്ക് ജോലിയില്ലാതായി. ഞാൻ ജോലിയില്ലാതെ നിൽക്കുന്നത് അറിഞ്ഞ് വേറൊരു ചെറുപ്പക്കാരൻ വന്ന്, ഞാനൊരു വർക്ക്ഷോപ്പ് തുടങ്ങിയാണ്, നിനക്ക് ചേരാൻ ആഗ്രഹമുണ്ടോ? ഞാനും ചേരാമെന്ന് പറഞ്ഞു. എന്നാൽ നീ എൻ്റെ കൂടെ ഒന്ന് മുംബൈ വരെ വന്നോളൂ, നമുക്ക് കുറച്ച് ടൂൾസ് വാങ്ങിക്കാനുണ്ട്. ടൂൾസൊക്കെ വാങ്ങിച്ച് തിരികെ വന്നു. അപ്പം നേരം രാത്രിയായി. ഇവൻ്റെ അക്കോമഡേഷനിലേക്ക് പോയി. കൂട്ടുകാരൻ അവൻ താമസിക്കുന്ന സ്ഥലത്തേക്കും പോയി. ഇങ്ങനെ ഉറക്കം വന്ന് മയങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കതകയിൽ മുട്ട് കേട്ടു. പോലീസുകാരായിരുന്നു. അവർ വന്നിട്ട് ചോദിച്ചു, ജോൺസനാണോ? അതെ. കൂടെ പോരാൻ പറഞ്ഞു. എന്താ സാറേ കാരണം? അത് അവിടെ ചെന്നിട്ട് പറയാം. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ മറ്റേവനുണ്ട്. എന്താണ്? അവൻ ഈ ഏതോ ഒരു ടൂൾസിനുള്ളിൽ ഈ മയക്കുമരുന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. ഇവന് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷേ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ പേരും പറഞ്ഞു. അങ്ങനെ 2 പേരും ജയിലിലായി. അവൻ പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ വിവാഹം കഴിഞ്ഞ് 5-6 മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നു. ഭാര്യ ഗർഭിണിയായിരുന്നു. പിന്നെ ഭാര്യ പ്രസവിച്ച കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് പോലും എനിക്കറിയത്തില്ല. അച്ഛൻ നാട്ടിൽ പോകുമ്പോൾ ഒരു ഉപകാരം ചെയ്യാമോ? നാട്ടിൽ ചെന്ന് എൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ എടുത്തുനിന്ന് കൊണ്ടുവരാമോ? ഞാൻ ആദ്യമായിട്ട് ഒരു ക്യാമറ സ്വന്തമായിട്ട് വാങ്ങിക്കാൻ വെക്കേഷന് പോയപ്പോൾ ഞാൻ നാട്ടിൽ ചെന്നു. ജോൺസൻ്റെ വീട്ടിൽ ചെന്നു. കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ഞാൻ മസ്കറ്റിൽ നിന്നാണ് വരുന്നതെന്ന് കേട്ടപ്പോൾ അപ്പോൾ അവരുടെ വരാന്തയിലിരിക്കുന്ന പിതാവ് പറയുകയാണ്, അച്ചോ അവനെക്കുറിച്ച് അറിയാമോ? ഞാൻ പറഞ്ഞു, അറിയാം. അവൻ ജയിലിലാണെന്ന് കേട്ടു, അതറിയാമോ? അറിയാം അച്ചോ, അറിയാം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ നിന്നും കാലൊച്ച കേട്ടു. അമ്മ പുറത്ത് വരികയാണ്. അപ്പോൾ അവൻ്റെ അപ്പം പറയുകയാണ്, അച്ഛൻ നമുക്ക് പ്ലേറ്റ് മാറ്റാം, അവൾ ഈ വാർദ്ധക്യ കാലത്ത് ഇതിനെക്കുറിച്ച് അറിഞ്ഞ് ദുഃഖിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്ലേറ്റ് മാറ്റി. എന്നിട്ട് അദ്ദേഹം പെരക്കകത്തേക്ക് ചെന്നു. അമ്മ പുറത്ത് വന്നിരുന്നു. ഞാനോട്ട് സംസാരിച്ച കൂട്ടത്തിൽ മസ്കറ്റിൽ നിന്ന് അറിഞ്ഞപ്പോൾ അവരും തീർച്ചപ്പെടുത്തി ഉള്ളിലേക്ക് നോക്കിയിട്ട് ഭർത്താവുമായ വേറെ ആരും കേൾക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ചോദിച്ചു, അച്ഛോ എൻ്റെ മകനെക്കുറിച്ച് അറിയാമോ? അവൻ ജയിലിലാണെന്ന് കേട്ടു. ഞാൻ പറഞ്ഞു, ശരിയാണ്, ജയിലിൽ തന്നെയാണ്. അച്ഛോ എന്നാൽ വേറെ ആരും അറിയണ്ട കേട്ടോ, അവരെന്തിനാ അതിനെക്കുറിച്ച് അറിഞ്ഞ് ദുഃഖിക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അവൻ്റെ ഭാര്യയും കുട്ടിയും വീട്ടിലില്ല, അവിടെ ഇല്ലായിരുന്നു. എനിക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ അവരാളയച്ച് അടുത്ത് തന്നെയായിരുന്നു, അവർ വരുത്തിച്ചു. അപ്പോൾ നല്ല ചുറുചുറുക്കുള്ള ഒരു കുട്ടി, മിടുക്കനായ കുട്ടി. ഞാൻ അവൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നു. വെക്കേഷൻ കഴിഞ്ഞ് ജയിലിൽ വന്ന് ഇവനെ കാണിച്ചപ്പോൾ അവൻ ആ ഫോട്ടോ എടുത്ത് ഇങ്ങനെ തുരുതുരെ ചുംബിച്ചുകൊണ്ട് വീണ്ടും കരയാൻ തുടങ്ങി. എന്നിട്ട് അവൻ എനിക്ക് നന്ദി പറഞ്ഞു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ജോൺസ, നിനക്ക് വേണ്ടി ഞാൻ മാത്രമല്ല, പ്രാർത്ഥന കൂട്ടായ്മയിലെ പലരും
ചെയിൻ റോസറി ചൊല്ലി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, താമസിയാതെ തന്നെ നീ ജയിലിൽ നിന്നും മോചിതനാകും. 2 മാസം കഴിഞ്ഞ് എനിക്ക് നാട്ടിൽ നിന്നൊരു കത്ത് കിട്ടിയാണ്. ഫ്രം അഡ്രസ്സ് ജോൺസൺ, കേരളത്തിൽ നിന്നുള്ള അഡ്രസ്സ്. ഞാൻ പൊട്ടിച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ നാഷണൽ ഡേയോടനുബന്ധിച്ച് രാജാവ് ഏതാനും ജയിൽ പുള്ളികളെ റിലീസ് ചെയ്യാറുണ്ട്. അങ്ങനെ റിലീസ് ചെയ്യപ്പെട്ട കുറച്ച് പേരിൽ ഒരാൾ ഈ ജോൺസൺ ആയിരുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ സംഭവത്തെക്കുറിച്ച് ഞാനിങ്ങനെ ദുബായിൽ വന്ന് പ്രസംഗിച്ചു. 1-2 വർഷങ്ങൾ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന്, സുമുഖനായുള്ള ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, അച്ഛൻ എന്നെ മനസ്സിലായോ? ഞാൻ സൂക്ഷിച്ച് നോക്കി, എനിക്ക് മനസ്സിലായില്ല. അച്ഛോ, ഞാൻ ജോൺസൻ്റെ മകനാണ്. എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ എന്നെ കണ്ടത്. ഞാൻ ഇപ്പോൾ ജുവലറിയിൽ ഒരു ജോലിക്കാരനായിട്ട് അവരെന്നെ ട്രെയിനിങ്ങിനായിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സകലത്തിൻ്റെയും അമ്മയാണ് പരിശുദ്ധ കന്യാമാതാവ്. ആ കന്യാമാതാവിലേക്ക് സകലരെയും ആകർഷിക്കുക എന്നുള്ളത്, അവളെക്കുറിച്ച് അറിയുകയും അവളുടെ സ്നേഹവും അവളുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയും അനുഭവിച്ചിട്ടുള്ള എല്ലാവരുടെയും കടമയാണ് എന്നോർക്കുക. പരിശുദ്ധ കന്യാമാതാവ് അവളുടെ മക്കളായ നമ്മോടുകൂടെ, പ്രത്യേകിച്ച് സഹനങ്ങളിലൂടെ, വേദനകളിലൂടെ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന അവൾ കൂടെയുണ്ട് എന്നോർക്കുക. കൊറോണ വൈറസ് മൂലം ലോകം മുഴുവനും ഈ ഭീതിയിലാണ്, പേടിയിലാണ്. എന്നാൽ പരിശുദ്ധ കന്യാമാതാവിനോടുള്ള ആ ഭക്തിയിലും മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലും ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ശക്തിക്കും ഒരു വൈറസിനും നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് പലരുടെ 100 കണക്കിന് മാതാവിനുള്ള ഭക്തിയും മാതാവിനുള്ള സ്നേഹവും അവളുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയിലും ആശ്രയിക്കുന്നവരുടെ അനുഭവമാണ്. നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ കന്യാമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി അനുഭവമായി തീരട്ടെ. നമ്മളിലൂടെ മറ്റനേകർ മാതാവിലേക്ക് അടുക്കുവാനും മാതാവിൻ്റെ സ്നേഹവും മാതാവ് നൽകുന്ന സന്തോഷവും സംരക്ഷണവും അനുഭവിക്കാൻ ഇടയാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purapada.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.